സിംസാറുൽ ഹഖ് ഹുദവി ഉസ്താദിൻ്റെ പ്രഭാഷണം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ കണ്ടൻറ്റുകൾ ആവർത്തിക്കപ്പെടാതെ എപ്പോഴും വളരെ വ്യത്യസ്തമായ ശൈലിയിൽ പുതിയ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതിലാണ്. നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങളിലൂടെ, അനാവശ്യമായ വർത്തമാനങ്ങളിലൂടെ അത്തരം വേദികൾ പാഴാക്കുന്നതായി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ കേട്ട പ്രഭാഷണങ്ങളിൽ മനോഹരമായ ഒന്നും ഏറെ എന്നിലും കൗതുകമുയർത്തിയ ഒന്നാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കവിത. പ്രവാചകൻ്റെ മകളുടെ ഭർത്താവ്, 4ാം ഖലീഫ, അദ്ദേഹം എഴുതിയ ആ കവിതയുടെ സാരാംശം അതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും ആ രോഗത്തിന് പരിഹാരം ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ചും വളരെ മനോഹരമായി ഒരു കവിതയിലൂടെ അവതരിപ്പിച്ചതാണ് അദ്ദേഹം സംസാരിച്ചത്. പലപ്പോഴും കവിതയൊക്കെ അത് പാടില്ലാത്തതാണ്, കവിത അങ്ങനെയല്ല ഇങ്ങനെയല്ല, മതത്തിൽ കവിതയില്ല, ദീനിൽ കവിതയില്ല എന്നൊക്കെ പറയുന്ന കാലത്ത് വളരെ മനോഹരമായ ആശയത്തിലൂടെ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട സൃഷ്ടിയുടെ ഏറ്റവും ഉജ്ജ്വലമായ ആ ലയിച്ചു ചേരുന്നതിൻ്റെ ഭാവം ഒക്കെ അതിൽ വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ആ കവിതയും അതിൻ്റെ ആശയവും കേൾക്കേണ്ടതാണ്, നിങ്ങളുമായി പങ്കുവെക്കുന്നു. ദവാഊക മിൻക വലാ തുബ്സിറു വദാഊക ഫീക വമാ തശ്ഉറു വതസ്ഉമു അന്നക ജിർമുൻ സഗീർ വഫീക അൻത വൽ ആലമുൽ അക്ബറു. വിജ്ഞാനം എന്നതൊരു പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള കവാടം എൻ്റെ പ്രിയപ്പെട്ട അലിയാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹബീബിൻ്റെ മകളുടെ പുതിയാപ്പിളയും 4ാം ഖലീഫയും കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത നിബിതങ്ങളുടെ കസിൻ, അവിടുത്തെ മൂത്താപ്പയുടെ മകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായൊരു കവിത. ദവാഊക മിൻക വലാ തുബ്സിറു വദാഊക ഫീക വമാ തശ്ഉറു വതസ്ഉമു അന്നക ജിർമുൻ സഗീർ വഫീക അൻത വൽ ആലമുൽ അക്ബറു. നിന്റെ അസുഖത്തിൻ്റെ മരുന്ന് മനുഷ്യ നിന്റെ ശരീരത്തിൽ തന്നെയുണ്ട്, എന്നാൽ നിന്റെ രോഗവും നിന്നിൽ നിന്നു തന്നെയാണ്. നിന്റെ മനസ്സാണ് നിന്റെ സന്തോഷത്തിൻ്റെ താക്കോൽ, നിന്റെ മനസ്സു തന്നെയാണ് നിന്റെ പരാജയത്തിൻ്റെ ഉറവിടവും. തസ്ഉമു അന്നക ജിർമുൻ സഗീർ, നീ ഒരു കൊച്ചു മനുഷ്യരൂപമാണല്ലേ, ഒരു ചെറിയ ജീവിയാണെന്ന് തോന്നുന്നുണ്ടോ? വഫീക അൻത വൽ ആലമുൽ അക്ബറു, ഒരുപാട് ലോകങ്ങൾ നിന്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഹാർട്ടിന് മുമ്പൊക്കെ ജനറൽ ഫിസിഷ്യന്മാർക്ക് നല്ല സീറ്റായിരുന്നു, ഇപ്പോൾ ഓരോന്നിനും സ്പെഷ്യലിസ്റ്റുകളാണ് അല്ലേ. ENT മുമ്പ് ഒന്നിച്ചായിരുന്നു, ഇപ്പോൾ കണ്ണിന് സ്പെഷ്യലിസ്റ്റ്, ഒപ്തൽമോളജിസ്റ്റ് വേറെ വേണം, ചെവിക്ക് വേറെ വേണം, ത്രോട്ടിന് വേറെയാണ്. ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും ഡീറ്റെയിൽ സ്റ്റഡി നടന്നു കഴിയുന്നൊരു കാലഘട്ടമാണിത്. മനുഷ്യ ശരീരം അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. നമ്മുടെ ഹാർട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഭക്ഷണം വെള്ളം നമ്മളും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് മുഴുവൻ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ സംവിധാനമനുസരിച്ചാണ്. നമുക്ക് വി ഹാവ് നോ കൺട്രോൾ അപ്പോൺ ഇറ്റ്. നമ്മുടെ വൈറ്റമിൻസും ഫാറ്റും മിനറൽസും ഫൈബറും എവിടേക്ക് പോകണം, ഏതെല്ലാം ഒരു ഗുളിക കഴിച്ചാൽ നമ്മുടെ തലയിൽ ഇവിടെയുള്ളൊരു മുറിവിന് കഴിക്കുന്ന ഗുളിക നമ്മുടെ അബ്ഡോമിനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടേക്ക് അതിൻ്റെ എഫക്റ്റ് എത്തണമെങ്കിൽ അള്ളാഹിൻ്റെ സംവിധാനം വേണം. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഗുളിക കുടിക്കാനേ പറ്റുള്ളൂ അല്ലേ. വഫീക അൻത വൽ ആലമുൽ അക്ബറു, ഈ വലിയ ലോകങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിലൂടെ നോക്കുമ്പോൾ അതിനെ പടച്ചൊരു സ്രഷ്ടാവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലയോ? അത് കാണാൻ കഴിയില്ലെങ്കിൽ വിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു, അൽ കാഫിറു ലാ അഖ്ല ലഹ്. എന്താ കാഫിർ എന്ന് പറഞ്ഞാൽ? പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവ് ഇല്ല എന്ന് പറയുന്ന മനുഷ്യൻ. ദിസ് ഹാസ് കം ഫ്രം നത്തിങ്, ദിസ് ഈസ് റിസൾട്ട് ഓഫ് ബൈ ചാൻസ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, ലാ അഖ്ല ലഹ്, ഹി ഹാസ് നോ ഇന്റലിജൻസ്, ഹി ഹാസ് നോ ബ്രെയിൻ. ഈ പ്രപഞ്ചമുണ്ടായത് വെറുതെയാണ് എന്ന് പറയുന്ന മനുഷ്യന് എന്ത് ബുദ്ധിണ്ടെന്ന് പറയേണ്ടത്? പിന്നെ പുണ്യനബി തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് അൽ കാഫിറു ലാ അഖ്ല ലഹ്, എ ഡിനയർ ഓഫ് ട്രൂത്ത്, എ ഡിസ്ബിലീവർ ഹാസ് നോ ഇന്റലക്ട്.
പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ നിഷേധിച്ച ഒരു മനുഷ്യൻ എത്ര വലിയ തത്വം പറഞ്ഞാലും അയാൾക്ക് കിട്ടേണ്ട ബേസിക് ബുദ്ധി പോലും ആ മനുഷ്യന് കിട്ടിയിട്ടില്ല. പിന്നെ പറയുന്നത് അതിനനുസരിച്ച് മനസ്സിലാക്കിയാൽ മതി.